ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ കുൽഫിയാണ്. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, കുട്ടികളൊക്കെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുൽഫിയാണിത്. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മളിവിടെ രണ്ട് വ്യത്യസ്ത രീതിയിലാണ് കുൽഫി തയ്യാറാക്കിയെടുക്കുന്നത്. ഒന്ന് മാംഗോ കുൽഫിയാണ്, രണ്ടാമത്തേത് മാംഗോയും മലായി കുൽഫിയും കൂടി ലെയർ ചെയ്തിട്ടുള്ള ഒരു ലെയർഡ് കുൽഫിയുമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കുൽഫി തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് പൊടിച്ചെടുക്കുക. ഒരുപാട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണ്ട കേട്ടോ, ചെറിയൊരു തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പം ഞാനിത് രണ്ടും ചെറിയ തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മാങ്ങയാണ്. ഞാനിവിടെ 2 മാങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മാങ്ങ എടുക്കുമ്പോൾ നന്നായി പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ തന്നെ നോക്കിയെടുക്കുക കേട്ടോ. നമ്മളിവിടെ നാരില്ലാത്ത മാങ്ങ നോക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നാരുള്ള മാങ്ങയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ മാങ്ങ കഷ്ണങ്ങൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കുക. ഇപ്പം ഞാനിതിവിടെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനൊരു സോസ് പാനിലേക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാല് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ട് ഒന്നിങ്ങോട്ട് വറ്റിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തിളപ്പിച്ചാൽ മതി കേട്ടോ, എന്നാൽ പാല് പെട്ടെന്ന് തന്നെ വറ്റി കിട്ടും. പാല് പുറത്തേക്ക് തിളച്ച് പോകാതെ നോക്കണം കേട്ടോ. പാല് തിളച്ച് വരുമ്പോൾ പാല് പാത്രത്തിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അത് തവി കൊണ്ട് തട്ടിയിട്ട് പാലിലേക്ക് തന്നെ ആക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ പാല് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കാഷ്യൂ നട്ട്സും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഞാനിത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, ഇതിൽ നിന്നും പകുതി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി പകുതി നമ്മൾ ലെയേർഡ് കുൽഫി തയ്യാറാക്കാനായിട്ട് മലായി കുൽഫിയുടെ മിക്സ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിലേക്കാണ് കേട്ടോ ഇതിൽ നിന്നും പകുതി മാറ്റി വെക്കുന്നത്. പഞ്ചസാരയുടെയും കാഷ്യൂ നട്ട്സിൻ്റെയും മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം പാല് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. കാഷ്യൂ നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുത്തപ്പോൾ ഈ പാല് ഒന്നുകൂടി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി ഇത് ചൂടാറി വരുമ്പോൾ ഒന്നുകൂടി തിക്കായി കിട്ടും. ഇതൊന്ന് ചൂടാറി വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ വാനില എസൻസോ ചേർത്ത് കൊടുക്കാം. എനിക്ക് ആ മാങ്ങയുടെ ഫ്ലേവറാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് അതൊന്നും ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് മാംഗോ പൾപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ പാലിൻ്റെ മിക്സ് ചൂടാറിയിട്ട് ഒന്നുകൂടി തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്ത മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മാംഗോ കുൽഫിയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യാനായിട്ട് കുൽഫിയുടെ മോൾഡ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ആമസോണിൽ നിന്നും വാങ്ങിച്ചതാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ സ്റ്റീൽ ഗ്ലാസ് എടുത്താലും മതി കേട്ടോ. ഞാൻ ഈ മോൾഡിൽ 3 എണ്ണത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ മാംഗോ കുൽഫിയുടെ മിക്സ് നിറച്ചൊഴിച്ച് കൊടുക്കുന്നത്. ബാക്കി 3 എണ്ണത്തിൽ നമ്മൾ ലെയേർഡ് കുൽഫിയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് അതിൽ നമ്മൾ ഈ മിക്സ് ഇപ്പോൾ 1/4 ഭാഗം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മലായി കുൽഫിയുടെ മിക്സ് തയ്യാറാക്കിയിട്ട് പിന്നെ അതാണ് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ ഈ മോൾഡ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞില്ലേ, ഞാനിത് വാങ്ങിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ തുറന്ന് നോക്കിയത്. തുറന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇതിലൊരു മോൾഡിന് അടപ്പുണ്ടായിരുന്നില്ല. ഞാനിത് ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ തുറന്ന് നോക്കിയത്. അപ്പോഴേക്കും ഇത് തിരിച്ചു കൊടുക്കാനുള്ള ടൈം കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ട് ഞാനിത് തിരിച്ചു കൊടുത്തതുമില്ല. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. മോൾഡിൽ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഈ 3 എണ്ണത്തിൽ ഞാൻ ഒരു 1/4 ഭാഗത്തോളം മാത്രമേ ഉള്ളൂ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മലായി കുൽഫിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ ഈ മോൾഡിൽ 1/4 ഭാഗത്തോളം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ മാംഗോ കുൽഫിയുടെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക.
ഇനി ഈ മോൾഡൊക്കെ ഇതിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക. ഈ മോൾഡിൽ ഞാനിപ്പോൾ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ. അടുത്ത ലെയറും കൂടി ഒഴിച്ചു കൊടുത്തിട്ടേ ഇതിൽ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇതിൽ ഒരു മോൾഡിന് അടപ്പില്ലല്ലോ, അപ്പോൾ ഞാനത് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ മോൾഡിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ് കേട്ടോ ഈ സ്റ്റിക്കും. അപ്പോൾ ഞാൻ ഈ കവർ ചെയ്തെടുത്തതിന് ഒരു കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് ഹോൾട്ട് കൊടുത്തതിന് ശേഷം അതിലൂടെയാണ് കേട്ടോ ഈ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നത്. മാംഗോയുടെ മിക്സ് ഒഴിച്ച് കൊടുത്തതിൽ മാത്രമേ ഇപ്പോൾ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുള്ളൂ. ഞാൻ കുറച്ച് മാംഗോ കുൽഫിയുടെ മിക്സ് ലേയർഡ് കുൽഫിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള മിക്സ് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഗ്ലാസ്സും ഇതുപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഇതും ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ലേയർഡ് കുൽഫിയുടെ മോൾഡിലുള്ളത് 1 മണിക്കൂർ കൊണ്ടൊക്കെ സെറ്റായി കിട്ടും കേട്ടോ. അത് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് രണ്ടാമത്തെ ലെയർ തയ്യാറാക്കിയെടുക്കാം. ഒരു 3 മോൾഡിലേക്കല്ലേ തയ്യാറാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 300 ml പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ പാല് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. പാല് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഞ്ചസാരയും കാഷ്യൂ നട്ട്സും പൊടിച്ചെടുത്ത മിക്സില്ലേ അത് ചേർത്ത് കൊടുക്കുക. ഇതിൽ കാഷ്യൂ നട്ട്സ് ഉള്ളത് കൊണ്ട് ഇത് ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ഈ പാല് നല്ലതുപോലെ കുറുകി കിട്ടും. ഈ പാല് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടൊന്ന് വറ്റി വന്നാൽ പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാല് നല്ലതുപോലെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി വരുമ്പോഴേക്കും ഒന്നുകൂടി തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ ഈ മിക്സ് ഒന്ന് ചൂടാറിയിട്ട് നല്ലതുപോലെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, 1 മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ സെറ്റായതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് രണ്ടാമത്തെ ലെയർ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ മോൾഡിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രം ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ 3ാമത്തെ ലെയറായിട്ട് വീണ്ടും മാംഗോ കുൽഫിയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിക്സ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം മോൾഡ് അടച്ചു കൊടുക്കുക. രണ്ടാമത്തെ ലെയർ ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മളിതിൽ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നത്. സ്റ്റിക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് വീണ്ടും 2 മണിക്കൂറോളം സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 3ാമത്തെ ലെയറും ഒഴിച്ച് കൊടുക്കാം. ഞാനിതിൽ ബാക്കിയുള്ള മിക്സ് ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ ലെയർ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3ാമത്തെ ലെയറായിട്ട് മാംഗോ കുൽഫിയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മളിതിലേക്ക് 3 ലെയർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 8 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ ലെയർഡ് കുൽഫി റെഡിയായി കിട്ടും. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഞാനിവിടെ ഓവർനൈറ്റാണ് കേട്ടോ വെച്ചിരുന്നത്. ഇപ്പം നമ്മുടെ കുൽഫി നല്ല പോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നമുക്കിതിൽ നിന്നും പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല ക്രീമി ടെക്സ്ചറിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ കുൽഫി നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലെയർഡ് കുൽഫിയും ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുൽഫിയാണ് കേട്ടോ. ഇത് 2 ഫ്ലേവറിലാണല്ലോ, അതുകൊണ്ട് മാംഗോ കുൽഫിയേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ ഇതിനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ കുൽഫി ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലാക്കി വെച്ചത് നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത് നമുക്ക് നല്ല പോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.